ഹലോ എല്ലാവർക്കും ബിജുസ് ബ്ലോക്കിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ബീച്ചിൻ്റെ സൈഡാണ്. ഇങ്ങോട്ട് കാണുന്നതൊക്കെ ഇത് നമ്മളെ ഗോതീശ്വര അമ്പലമാണ് നമുക്ക് കാണാൻ പോകുന്നത്. നമുക്ക് ഇവിടെ കണ്ടില്ല, കുറേ കടലൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. നമ്മുടെ ഈ അമ്പലത്തിലേക്കുള്ള റോഡൊക്കെ ഇവിടുന്ന് മൊത്തം റോഡായിരുന്നു. ഇപ്പോൾ ആ റോഡൊക്കെ ഇപ്പോൾ ആ കാണുന്ന റോഡൊക്കെ കണ്ടില്ലേ, ഫുള്ള് കടലെടുത്ത് പോയി. അത്രയും കൂടുതലായിട്ട് കടലെടുത്ത് പോയി. ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ കൂടുതലായിട്ട് ഈ കാണുന്നൊക്കെ കണ്ടില്ലേ കടലെടുത്ത് പോയി. ഇപ്പോൾ ആ മതിൽത്തിട്ടൊക്കെ കണ്ടില്ലേ, നമുക്ക് ആ കാണുന്ന മതിൽത്തിട്ടൊക്കെ ഇടിച്ചിട്ട് ഇതാണ്ടോ അത്രയും റോഡുമിലേക്ക് കയറിയിരിക്കുക. അപ്പം അത്രയും മാറ്റങ്ങളാണ് ഇവിടെ വന്നത്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ റോഡാണ്. റോഡിലേക്ക് കടൽ കയറിപ്പോയി, കടലെടുത്ത് പോയി ബാക്കിയൊക്കെ. ഇവിടെ കണ്ടില്ല വീടൊക്കെ ഇത്ര അടുത്ത് ഇവിടെ വീടൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെയൊക്കെ ശരിക്കും. എന്താ കുറേ ആളുകൾ. അപ്പോൾ നമ്മളിതാ പുഴയിലൂടെ ഇങ്ങനെ നടക്കുക. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയി, ഈ കാണുന്നതാണ് അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ റിട്ടേൺ വന്നതാണ്. അപ്പോൾ റോഡ് പോയതുകൊണ്ട് നമുക്ക് ഇതുകൂടെ വണ്ടി കുറേ മാറിയിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ബിജുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മോർണിംഗ് വാക്ക്, ക്ഷേത്ര വൈബ് പോലെ, ക്ഷേത്രം, ഫുഡ്, ജസ്റ്റ് ട്രാവൽ, ബീച്ച് സൈഡൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലുള്ളൊരു ട്രിപ്പാണ്. കണ്ട ഇവിടെയുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി ഇനി നമ്മൾ വണ്ടിയിൽ നല്ല കയറി പോകും. കണ്ട കടൽത്തീരൊക്കെ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടാണ് ഇറങ്ങിയത്. കടൽ സൈഡിൽ നിന്ന് ബീച്ച് സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി നേരെ വണ്ടി കൊണ്ടൊക്കെ റോഡ് പണിയാണ്. സൈഡിൽ കൂടെ അങ്ങനെ പോയി. ഇതാണ് നമ്മൾ ഡ്രൈവർ സുദീപ്. കൂട്ടത്തിലുള്ള കടയാട്ടോ, ചായക്കട. ഇത് ബീച്ചിലേക്കുള്ള റോഡാട്ടോ ഈ കാണുന്നത്. നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് ഈ റോഡിന് കയറി. നമ്മളങ്ങനെ ബേപ്പൂർ റോഡിലേക്ക് കയറി. ഈ റോഡ് നേരെ പോകുന്ന ബേപ്പൂർ റോഡ്. അവിടെയുള്ള ബേപ്പൂരിലെ ആക്സിസ് ബാങ്ക് അവിടെയാണ്. ബേപ്പൂർ ജംഗ്ഷൻ നേരിലോട്ട് ബേപ്പൂർ നേരെ 2 കിലോമീറ്റർ. ചെറുവണ്ണൂർ ഇതവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ്. നമുക്ക് ഇവിടെ ഈ റോഡ് കയറിയത് നമ്മൾ ചെറുവണ്ണൂർ റോഡിലേക്ക് കേട്ടോ കയറി. പോർട്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ്. നമ്മളെ പോർട്ടിലെ സ്റ്റാഫിലുള്ള ക്വാർട്ടേഴ്സ്, അവർക്കുള്ള താമസിക്കാനുള്ള ക്വാർട്ടേഴ്സൊക്കെയാണ് ഇതാണ്. സിറ്റി പാലസ്. ഇത് നമ്മുടെ ഇവിടെ ഉള്ള ഒരു കല്ല് ഓഡിറ്റോറിയം ഉണ്ട്. വൈബുള്ളവരൊക്കെ ഒന്ന് സംസാരിച്ച് കേൾക്കട്ടെ. എന്തൊക്കെയാണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഭയങ്കര
ഫ്രഷ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ബീച്ചൊക്കെ? അടിപൊളിയായിരുന്നു ബീച്ചൊക്കെ. എങ്ങനെയുണ്ട് അവിടുത്തെ കുളമൊക്കെ? കൊള്ളാം. അമ്മ നീന്തിയോ? ഏത് മീനിനെ കണ്ട്? കണ്ണമീൻ. സുതിവട്ടം കുളത്തിൽ നീന്തിയോ? കടലിൽ നീന്തിയോ? ചെറുവണ്ണൂരിലേക്ക് പോകുന്ന DC റോഡൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്. ചെറിയ റോഡാണ് ഈ റോഡ്. ഇപ്പോൾ ഇതാ വീഴി കൂട്ടാൻ പോകുന്നുണ്ട്. ഇതൊരു കണ്ടെയ്നർ റോഡാക്കാനുള്ളൊരു പ്ലാനിലുണ്ട്. ഇതിവിടെ ഉള്ളൊരു ഗ്രൗണ്ടാണ്. നമുക്ക് ഇത് പഞ്ചായത്ത് ഗ്രൗണ്ട്. ഇവിടുത്തെ ഒരു മിനി സ്റ്റേഡിയമാണ്. പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണ്. നമ്മുടെ ബേപ്പൂരിലേക്ക് വരുന്ന ബോട്ടുകളൊക്കെ ബോട്ടൊക്കെ പാർക്ക് ചെയ്തിട്ടില്ല. ഈ കാണുന്നതൊക്കെ ബോട്ട് ജെട്ടിയാണ്. നമുക്ക് ബേപ്പൂരിലേക്ക് വരുന്ന ബോട്ടുകളൊക്കെ പോയിട്ട് നിർത്തിയിടുന്ന സ്ഥലമാണത്. നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോയി ചെറുവണ്ണൂർ ഹൈവേയിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മളെ BC റോഡ്. ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ബിൽഡിങ് കാണാം. ഇതൊക്കെ കുറേ കാണുന്നത് നമുക്കുള്ള ഈ ഓട്ട് കമ്പനികളൊക്കെ കൂടുതലായിട്ട് വരുന്നത് ഈ ഫറോക്ക് ഏരിയയിലാണ്. ഇതൊരു ഓട്ട് കമ്പനിയാണ് ഈ കാണുന്നത്. ശിവഗംഗ അത് നമ്മുടെ ഒരു പഴയ ഓട്ട് കമ്പനിയാണ്. ഇപ്പോൾ അവിടെ ഓടൊന്നും ഉണ്ടാക്കില്ല. ഓളോബിക്സും പരിപാടികളൊക്കെ ആയിട്ട് മാറി. പിന്നെ അവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഇത് വരുന്നത്. ഇവിടുന്ന് ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ബാക്കിലേക്ക് പോകുന്ന കുറേ ബിൽഡിംഗ് ഉണ്ട്. ഈ റോഡ് ഈ റൈറ്റിലേക്ക് കാണുന്ന റോഡ് കയറി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഇതൊക്കെ അതേപോലത്തെ ഇങ്ങനത്തെ ബിൽഡിങ് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഈ റോഡ് കയറി കഴിഞ്ഞാൽ. അവിടെ നമുക്ക് കുറേ കമ്പനീസിൻ്റെ ഗോഡൗണുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇഷ്ടംപോലെ. ഇതും ഒരു ടൈപ്പ് ഓഫ് ഗോഡൗണാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ ഷീറ്റിനോണ്ടൊക്കെ ടൈപ്പ് ഉണ്ടാക്കിയ ഗോഡൗണുകളാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മളെ ഫറൂഖ് ഉള്ളൊരു ഇവിടുത്തെ ഒരു മെയിൻ ഒരു സ്കൂളാണ് ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ വരുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്കൂളാണ്. അതിൻ്റെ ഫ്രണ്ട് ഗേറ്റാണ് ഈ കാണുന്നത്. ഇതാണ് ആ സ്കൂൾ. അത്യാവശ്യം വലിയൊരു സ്കൂളാണ്. അവിടുന്ന് മാറിയിട്ട് ഇങ്ങോട്ട് പോകണം. അവിടെ ബ്ലോക്കായിരിക്കും. അപ്പം നമ്മൾ അവിടുന്ന് ചിക്കൻ വാങ്ങാൻ അങ്ങനെ പോകണം. അതാണ് ചിക്കൻ കട അവിടുത്തെ. ചിക്കനാണ് നമ്മൾ പാർട്സാക്കി കഴിക്കാൻ പോകുന്നത്.
ഇതാട്ടോ നമ്മളെ വണ്ടി, ആൾട്ടോ, ഏട്ടൻ്റെ വണ്ടിയാണ്. Thank you for watching my video.